ரேணு சேச்சி மீனாட்சியை பார்த்தியா? என்ன ரேணு சேச்சி ஒன்றுமே பேசாமல் உட்காந்துருக்கு. சும்மா இந்த மாதிரி கையும் காலம் வச்சுட்டு இருந்தா போகுமா? பரவாயில்ல ரேணு சேச்சி, மீனாட்சி எங்க சொல்ல? ரேணு சேச்சி மீனாட்சி எங்க சொல்ல? உண்மை மாதிரி சும்மா உட்காந்துருந்தா போகுமா? பரா மீனாட்சி, நீ எங்க போயிருந்த இவ்வளவு நாளியா? துணியோட தலைமாதிரியில் வைக்க போனியா? நான் இந்த குழந்தைகிட்ட மீனாட்சி எங்க எங்கன்னு 1008 வாட்டி காட்டேன். அது வாயை திறக்க மாட்டேங்கிறாங்க. பேச மாட்டாங்களா? ஊமையா ரேணு சேச்சி? எங்கே அம்மா அல்வா கொண்டு வரும்போது ரேணுவுக்கு ஒரு பீஸ் கொடுக்கல? ரேணு சேச்சி விஷமிக்க வேண்டாம், அல்வா கொடுக்கான்ல. மீனாட்சி இன்னைக்கு மார்க்கெட்டு போகுமா? நானும் கூட வரட்டுமா? என்ன வேனில் கட்டிட்டு கொண்டு போகுமா? அருந்ததியக்காவா வழக்கு குறையும்? இல்லை இல்லை, எந்த மீனாட்சி என்ன பற்றிக்கும். இன்னைக்கு பற்றிக்க விட மாட்டேன். நானும் கூட வரும், கண்டிப்பாக வருவேன். நான் போய் அருந்ததியக்கா கிட்ட கேட்டுட்டு வரேன். പോകുന്നതിനൊന്നും ഞാൻ എതിര് നിൽക്കുന്നില്ല. പക്ഷേ ഈ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങിയ അനന്തുവിന്റെ വിധ മാറില്ലേ? ഇല്ല അക്ക. ഏയ് അതവിടെ വെക്ക്. நான் மீனாட்சி சொல்ற அப்படியே செய்யறேன். തീർച്ചയായിട്ടും கண்டிப்பா. എന്നാ പൊയ്ക്കോ. மீனாட்சி மீனாட்சி, அருந்ததி ചേച്ചി സിന്ദാബാദ് വിളിക്കണ. സിന്ദാബാദ് സിന്ദാബാദ് സിന്ദാ. ഈ നിലയിൽ ഒരിക്കലും എൻ്റെ രേണുകയെ കാണേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മാഡം. എന്തായാലും ഇതിത്തിരി കടന്ന കൈയായി പോയി. എന്ത് മഹാഭാവം ചെയ്തിട്ടാ എൻ്റെ കുട്ടിക്ക് ഈ ഗതി വന്ന എൻ്റെ കാവിലമ്മേ. മുമ്പൊക്കെ അവൾ എത്ര സ്മാർട്ടായിരുന്നു അറിയോ? പാട്ടും നൃത്തവും കവിതകളൊക്കെ ആയിട്ട് ആകെ ഒരു ബഹളമായിരുന്നു. എൻ്റെ രാധിക വിളിക്കുന്ന പോലെ അവൾ എന്നെ ധനേട്ടെന്നാ വിളിക്കാറ്. ടീച്ചറമ്മയും സ്വന്തം മോനെ പോലെ സ്ഥാനമാണ് ആ വീട്ടിൽ എനിക്ക് തന്നത്. പക്ഷേ എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർത്തില്ലേ ആ ശ്യാമപ്രസാദ്. എല്ലാറ്റിനും അവൻ അനുഭവിക്കും. മാഡം നോക്കിക്കോ, കോടതിയിൽ നിന്ന് അവനും അവൻ്റെ അളിയനും രക്ഷപ്പെട്ടേക്കാം. പക്ഷേ ദൈവത്തിൻ്റെ കൈകളിൽ നിന്ന് അവന്മാർ ഒരിക്കലും രക്ഷപ്പെട്ടില്ല മാഡം. അത്രയ്ക്ക് ക്രൂരതയല്ലേ അവന്മാരെൻ്റെ മോളോട് കാണിച്ചത്.
പ്ലീസ് മിസ്റ്റർ ധനപാലൻ, ഞാൻ അല്പം തിരക്കിലാണ്. ഓക്കെ മാഡം, ഞാൻ പോയേക്കാം. ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. വെരി സോറി. പിന്നെ ടീച്ചറമ്മയുടെ വിവരം വല്ലതും? ടീച്ചർ താമസിയാതെ മടങ്ങി വരും, എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് മാഡം. പക്ഷേ അതുവരെ രേണുക ഇങ്ങനെ വെറുതെ നിർത്തുന്നത് ശരിയാവില്ലല്ലോ മാഡം. മനസ്സിലായില്ല. നല്ലൊരു ഡോക്ടറെ കാണിക്കണം, ചികിത്സിപ്പിക്കണം എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതിന് വേണ്ട ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ല, അത് പിന്നെ മാഡത്തിന്റെ ഈ തിരക്കും പിന്നെ ഇവിടത്തെ അന്തേവാസികളുടെ ക്ഷേമങ്ങളൊക്കെ അന്വേഷിക്കുന്നതിനിടയ്ക്ക് രേണുകയുടെ കാര്യം കൂടുതൽ കുഴപ്പമാവുമെന്നാ എന്റെ പേടി. രേണുകയുടെ കാര്യത്തിൽ മിസ്റ്റർ ധനപാലന് ഇനി ഒരു പേടിയും വേണ്ട. അങ്ങനെ പറയരുത് മാഡം, എനിക്ക് പേടിയുണ്ട്. ഈ നില കണ്ട ഉത്തരവാദിത്തപ്പെട്ടവർ പേടിച്ചല്ലേ പറ്റൂ. പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട ഒരു ഡോക്ടറുണ്ട്, ഫേമസ് സൈക്കാട്രിസ്റ്റാ, കേട്ട് കാണും, ഡോക്ടർ ശ്രീനിവാസൻ. ഡോക്ടർ കെ.എത്ത് പ്രഭാകരൻ അവളെ ചികിത്സിച്ചു തുടങ്ങി മിസ്റ്റർ ധനപാലൻ. ഓഹോ, അങ്ങനെ വേണം, അങ്ങനെ തന്നെ വേണം. പക്ഷേ ഈ സിറ്റുവേഷനിൽ അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാ ഞാൻ വന്നത്. അവിടുത്തെ കാറ്റും വെളിച്ചവും പിന്നെ ചികിത്സയും കൂടെ ആവുമ്പോൾ രേണുക വേഗം സുഖപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. രേണുകയ്ക്കാരും ഇല്ലാതായിപ്പോയി എന്ന തോന്നലൊന്നും വേണ്ട മാഡം. ടീച്ചർമാരില്ലാത്ത സ്ഥിതിക്കിനി കാര്യങ്ങൾ നോക്കി നടത്താൻ ഞാനുണ്ട്. അതുകൊണ്ട് രേണുകയെ എന്നോടൊപ്പം അയക്കണം. മറ്റെങ്ങോട്ടുമല്ല, വീട്ടിലേക്ക് തന്നെയാ കൊണ്ടുപോകുന്നത്. ഉടനെ വേണമെന്നില്ല, സാവകാശം ചിന്തിച്ചിട്ട് നാളെയോ മറ്റന്നാളോ മതി. ടീച്ചർ മടങ്ങിയെത്തും വരെ രേണുക ഇവിടെ തന്നെയാവും താമസം. അതാണ് എന്റെ തീരുമാനം. അതിന് ഒരു പുനർചിന്തനത്തിന്റെ ആവശ്യമേ ഇല്ല മിസ്റ്റർ ധനപാലൻ. അങ്ങനെ തീരുമാനിച്ചുറപ്പിക്കാൻ മാത്രം നിങ്ങൾ ആരാ അവളുടെ? പ്ലീസ്, നിങ്ങളോട് തർക്കിച്ച് സമയം കളയാൻ എനിക്കിപ്പോ താല്പര്യമില്ല. എനിക്കും താല്പര്യമില്ല. ഇത് അന്യായമാ. തലയ്ക്ക് സുഖമില്ലാത്തൊരു പെണ്ണിനെ അന്യായമായി തറങ്കൽ പറപ്പിച്ചിരിക്കുക നിങ്ങൾ. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനോ നോക്കട്ടെ. ദേ